പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാതെ രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രം. ആവശ്യമുള്ളതിന്റെ പകുതി പോലും ഡോക്ടർമാരും ജീവനക്കാരുമില്ലാത്ത അവസ്ഥ. അത്യാസന്ന നിലയിലായ ആശുപത്രി അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ്. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം വെന്റിലേറ്ററിലായിട്ട് വർഷങ്ങളായെങ്കിലും പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ആരോഗ്യവകുപ്പ് അധികൃതരുടെ അവഗണന തുടരുകയാണെന്നാണ് പരാതി. ഞാൻ നല്ലപോലെ വേദനയായിട്ട് ഇവിടെ വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഡോക്ടറും ഇല്ല, ഇതിന് കാര്യങ്ങളൊന്നുമില്ല. 2 നേഴ്സുമാർ മാത്രമേ ഉള്ളൂ. ഈ ഡോക്ടറും ഇല്ലാത്തതുകൊണ്ട് എന്തു ചെയ്യും? ഇങ്ങനെയുള്ള വരുന്ന രോഗികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അധികാരികൾ ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം. CHC ആണെന്ന് പറയുന്നു, 6-7 ഡോക്ടർമാർ വേണമെന്ന് പറഞ്ഞ് ഈ നാളിതുവരെ യാതൊരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇത് താലൂക്ക് ആശുപത്രിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റേതായ പോയിട്ട് യാതൊരു നടപടിക്രമങ്ങളും പോയിട്ട് CHCയുടെ പോലും പ്രവർത്തനം നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇന്ന് ഒരു ഡോക്ടർ പോലും ഇല്ല. നിരവധി ആളുകൾ വന്നു മരുന്ന് വാങ്ങാതെ തിരിച്ചു പോയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാർ തലത്തിൽ ഉണ്ടാക്കണമെന്ന് മാത്രം അപേക്ഷിക്കാനുള്ളൂ. നിരവധി ആളുകളുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടെ 7 ഡോക്ടർമാരും 12 സ്റ്റാഫ് നഴ്സുമാരും അനുബന്ധ പാരാമെഡിക്കൽ ജീവനക്കാരും വേണമെന്നാണ് കണക്ക്. എന്നാൽ ഇതിന്റെ പകുതി ഡോക്ടർമാരും ജീവനക്കാരും ഇവിടെയില്ല. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 3 ഡോക്ടർമാരുടെ സേവനം ലഭിച്ചിരുന്നതാണ്. എന്നാൽ 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും ഈ CHCയുടെ കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് സ്ഥലം മാറ്റി. 6 പഞ്ചായത്തുകളിൽ നിന്നായി 350 മുതൽ 400 വരെയുള്ള സാധാരണക്കാരായ രോഗികൾ OP വിഭാഗത്തിൽ ചികിത്സയ്ക്ക് എത്തിയിരുന്ന ഈ ആശുപത്രിയിൽ ജീവനക്കാരും പരിശോധനാ സൗകര്യങ്ങളും ഇല്ലാത്തതിനാൽ ഇപ്പോൾ രോഗികളുടെ എണ്ണം 200 വരെയായി കുറഞ്ഞിട്ടുണ്ട്. കിടത്തി ചികിത്സ നിലച്ചിട്ട് 1 വർഷത്തോളമായി. എക്സ്റേ ലാബും പ്രവർത്തനരഹിതമാണ്. ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണന തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.